ആർട്ടിസ്റ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ പറയുന്നത് 2003, 2004, 2005 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ അവൈലബിലിറ്റി അല്ലു അർജുനെ പോലെ ഒരാളെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതൊരു പ്രചോദനമായി. ഇങ്ങനെ ചെയ്താൽ എന്തുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്ഷനുള്ള ഡബ്ബിങ്, നല്ല സോങ്ങുകളുടെ ലിറിക്സ്, നല്ല പശ്ചാത്തല സംഗീതത്തിന് നല്ല രീതിയിൽ ഡിറ്റിഎസ് ചെയ്ത് ക്വാളിറ്റിയിൽ സിനിമ കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അത് നമ്മൾ അന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള ഡബ്ബിങ് സിനിമകൾ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഗ്ലാമറസ് സീനുകളോ പാട്ടുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ഫൈറ്റുകളും മറ്റുമൊക്കെ ചേരുന്ന തരത്തിലുള്ള സിനിമകളായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സിംപിൾസിറ്റിയുള്ള മലയാള സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മലയാള സിനിമകളുടെ സാദൃശ്യമുള്ള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം, ആ പെർഫെക്ഷനോടുകൂടി കൊടുക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പ്രണയമായി, ആര്യ എന്നുള്ള ചിത്രങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. നിങ്ങൾ എല്ലാ സിനിമകളും കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നല്ലൊരു മലയാളികൾ ഏറ്റവും എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും വ്യക്തമായിട്ട് സിനിമ ബോധമുള്ള ആൾക്കാരാണ്. അത് യങ്സ്റ്റേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും. അപ്പം അത് ഈ കേരളത്തിലാണ് ഏറ്റവും സിനിമ വ്യൂവേഴ്സ് കുറച്ചുള്ള 15% കേരളത്തിലെ സിനിമ വ്യൂവേഴ്സ് ആസ്വാദകരുള്ളത്. കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിൽ 25%, 22%ഒക്കെയാണ് ആന്ധ്ര.